ഉത്തരേന്ത്യയിൽ നിരന്തരം നടപ്പിലാക്കുന്ന പേരുമാറ്റം വയനാട്ടിലും നടപ്പിലാക്കണമെന്നാണ് ബിജെപിയുടെ മോഹം. കൊളോണിയൽ സ്വാധീനങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് രാജ്യത്ത് മുൻപേ പേരുമാറ്റിയ ചില പ്രധാന സ്ഥലങ്ങളുണ്ട്. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൂപ്പർ ഹിറ്റ് ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗിലെ ദൃശ്യങ്ങളാണിത്. ചിത്രത്തിൽ ഇന്ദ്രൻസിന്റെ പേര് പൊന്നപ്പനിൽ നിന്നും തങ്കപ്പനായി മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ റോഡുകളുടെയും സ്ഥലങ്ങളുടെയും സ്റ്റേഡിയങ്ങളുടെയും പേരുകൾ മാറ്റിയെഴുതുന്നത്. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ഇവിടം രാജ്പഥ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന ഇവിടം ഇന്ന് കർത്തവ്യപഥ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ വർഷവും നിരവധി സന്ദർശകരെത്തുന്ന രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാക്കി മാറ്റി. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പേരുമാറ്റം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലൂടെയുള്ള ഈ റോഡിന്റെ പേര് 7 റേസ് കോഴ്സ് എന്നായിരുന്നു. എന്നാൽ ഇന്ന് 7 ലോക് കല്യാൺ മാർഗ് എന്ന പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. വർഷങ്ങളായി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയമായി അറിയപ്പെട്ടിരുന്ന ഇടം ഇന്ന് പ്രധാനമന്ത്രി സംഗ്രഹാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ നിൽക്കുന്ന റോഡിന്റെ പേര് നേരത്തെ ഔറംഗസേബ് റോഡ് എന്നായിരുന്നു. ഇന്ന് ഔറംഗസേബ് റോഡ് അന്വേഷിച്ചെത്തിയാലെത്തുക ഡോക്ടർ APJ അബ്ദുൽ കലാം റോഡിലായിരിക്കും. ഐതിഹാസിക മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഇന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോടുള്ള ആദരസൂചകമായിട്ടാണ് സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റിയതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഫൈസാബാദ് അയോധ്യയായി, അലഹബാദ് പ്രയാഗ്രാജായി, അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമായി, അലിഗഡിൻ്റെ പേര് ഹരിഗഡ് എന്നാക്കി മാറ്റാൻ കോർപ്പറേഷൻ പ്രമേയവും പാസാക്കി. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പയറ്റിത്തെളിഞ്ഞ പേരുമാറ്റൽ രാഷ്ട്രീയം കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്ന് BJP പ്രഖ്യാപിക്കുന്നത്. ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.